Dear students, which of the following ECG lead shows SC elevation in posterior wall MI? Lead 1 AVR, V2 none of the above. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, പല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ടൈപ്പ് ഓഫ് എംഐയിലും ഓരോ തരത്തിലുള്ള ലീഡുകളിലാണ് SC എലവേഷൻ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇൻഫീരിയർ MI ആണെങ്കിൽ ഇൻഫീരിയർ ലീഡ്സ് എന്നറിയപ്പെടുന്ന 2-3 AVF എന്ന് പറയുന്ന ലീഡിലാണ് SC എലവേഷൻ വരുന്നത്. അതേപോലെ ലാറ്ററൽ കോളം, റൈറ്റ് വെൻട്രിക്കുലർ MI, അതേപോലെ ആൻറ്റീരിയർ കോളം എല്ലാത്തിലും SC എലവേഷൻ കാണിക്കുന്ന പല പല ലീഡുകളിലായിരിക്കും. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻറ്റീരിയർ കോളം MIയുടെ കേസിൽ ഏതൊക്കെ ലീഡുകളിലാണ് SC എലവേഷൻ കാണിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം അറിയണം. അത് V1 തൊട്ട് V4 വരെയുള്ള ലീഡാണ്. ഞാനിത് ക്ലാസ്സുകളിലെ ഒരു ന്യൂമോണിക്സിൻ്റെ സഹായത്തോടുകൂടി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെ ഓർത്തിരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിൽ വെച്ച് ഇത് ബൈഹാർട്ട് ചെയ്ത് ഓർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല. അപ്പോൾ ആൻറ്റീരിയർ കോളം MIയുടെ കേസിൽ V1 തൊട്ട് V4 വരെയുള്ള ലീഡുകളിൽ SC എലവേഷൻ വരുന്ന സമയത്ത്, പോസ്റ്റീരിയർ കോളം MIയുടെ കേസിൽ ഇതേ ലീഡുകളിൽ SC ഡിപ്രഷനാണ് വരുന്നത്. SC ഡിപ്രഷൻ മാത്രമല്ല, അതിനകത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ R/S റേഷ്യോ നോക്കുന്നുണ്ട്. അത് ഇപ്പം ഞാൻ പറയുന്നില്ല. തൽക്കാലം പോസ്റ്റീരിയർ കോളം MIയുടെ കേസിൽ SC ഡിപ്രഷനാണ് V1 തൊട്ട് V4 വരെയുള്ള ലീഡുകളിൽ കാണുന്നതെന്ന് ഓർത്ത് വെക്കുക. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു സാഹചര്യം നോക്കുന്ന സമയത്ത് കാണുന്ന സമയത്ത് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് 14 ലീഡ് ECG എന്ന് പറയുമ്പോൾ നമ്മൾ V6 വരെയാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ V7ഉം V8ഉം കൂടി നോക്കാൻ വേണ്ടി പറയും. അപ്പം V7 ആൻഡ് V8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റീരിയർ ലീഡ്സ് ആണ്, ആവശ്യമുള്ളപ്പം മാത്രം എടുക്കുന്നതാണ്. V7ഉം V8ഉം കൂടി നോക്കുമ്പോൾ അത് പോസ്റ്റീരിയർ കോളം MI ആണെങ്കിൽ ടിപ്പിക്കലായിട്ട് തന്നെ SC എലവേഷൻ V7 ആൻഡ് V8 ലീഡുകളിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായിട്ട് വരേണ്ടിയിരുന്നത് V7 അല്ലെങ്കിൽ V8 എന്നുള്ളതാണ്. അത്തരത്തിൽ ഉള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നൺ ഓഫ് ദ എബോവ് എന്ന് പറയുന്ന ആൻസർ സെലക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, താങ്ക് യു.